അല്ല, ഇന്ന് ജിഷമാമിന്റെ ക്ലാസ് അല്ലായിരുന്നു. ആണോ? ജിഷമാം വന്നിട്ടേ പ്രെയർ ചെയ്യാറുള്ളോ? ആ, മിസ് പറഞ്ഞു മിസ്സിനെയും കൂടെ കേൾപ്പിക്കണമെന്ന്. ഓക്കെ ഓക്കെ ഫൈൻ, വെരി ഗുഡ്. സോ നൈസ് ഓഫ് യു പീപ്പിൾ. നിങ്ങൾ ഭയങ്കര ലവ്ലി ആയിട്ടുള്ള കുട്ടികളാണല്ലോ. ഓക്കെ, ഞാൻ ഇന്ന് വരാൻ കാരണം ഫ്രൈഡേ ഞാൻ ഉണ്ടാവില്ല. ഫ്രൈഡേ ആയിരിക്കും നിഷംസ് വരുന്നത്. അപ്പൊ ഫ്രൈഡേ നിങ്ങൾ പ്രെയറിന് വേണ്ടി പ്രെയർ മിസ് വന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ടേം 1 എക്സാമിനേഷൻ? എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഓൾവേസ് ഗുഡ്. ഓക്കെ, നമുക്ക് സംസാരിക്കാം. പ്രെയർ കഴിഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്? പ്ലീസ്. മാം, God, I need you. Every day, every morning, every second. As long as I am breathing, I need you. I cannot face this world alone. Oh God, you are the only reason I have made it this far. I pray that you will never let go of my hand. In the year 2026. If God has been good to you, Amen. Ma'am, sign in പറയാം. Good morning, respected Jisha ma'am. I warmly welcome you to today's session. I also welcome all my classmates who are joining us today. Thank you, ma'am, for guiding us and helping us in understanding the lessons. I hope we all learn something valuable in today's class. Let's begin the session. Thank you. Ma'am, പറയാം. Failure is the opportunity to begin again more intelligently. ഓക്കെ, ഇപ്പൊ എക്സാമിനെ പറ്റി പറയൂ. നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നിയോ അതോ ഇറ്റ്സ് ഗുഡ് എന്ന് തോന്നിയോ? It's good. ഇതുപോലെ ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും മെയിൻ എക്സാം. ഇനി പാർട്ട് 3ഉം 4ഉം കഴിയുമ്പോൾ ഒരു ടേം 2 എക്സാമിനേഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷും കൂടെ ചേർത്തിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അത് കഴിയുമ്പോൾ സ്റ്റഡി ലീവ് പോലെ തന്നിട്ടാണ് മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പി ജിയുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ മിസ്. എക്സൈറ്റിംഗ് ആണോ? പി ജി ക്ലാസ്സില് നമുക്ക് സെമിനാർ എടുക്കണം. അത് പി ജിയുടെ 2 മോഡ്യൂൾ ഉണ്ടല്ലോ, 4ഉം 5ഉം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിന് ടീച്ചർമാരെ തരുവാണെങ്കിൽ അങ്ങനെ സബ്റ്റ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടമുള്ള ടോപ്പിക് സെലക്ട് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഏത് ടീച്ചർ എടുക്കുന്ന പോർഷനിൽ നിന്നാണോ നിങ്ങൾ എടുക്കാൻ ആലോചിക്കുന്നത് ആ ടീച്ചറുടെ ക്ലാസ്സിൽ തന്നെ പ്രസന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, 10 മിനിറ്റ് ആണ് പ്രസന്റേഷൻ. കാരണം നമുക്ക് എല്ലാ കുട്ടികളുടെയും തീർന്നു പോകണം ക്ലാസ് ഉള്ളിടത്തോളം സമയം. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ സെമിനാർ കൊടുക്കാതെ ക്ലാസ് തുടങ്ങി കുറച്ചൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ടോപ്പിക് എനിക്ക് ഞാൻ എടുത്താൽ നന്നായിരിക്കും, എനിക്ക് ഏത് പറ്റും എന്നുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ മിസ്റ്റോട് പറയാം ഞാൻ ഇതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറയാം. അപ്പൊ അതിന് പ്രത്യേകം സെമിനാർ എടുക്കാൻ നമ്മൾ സ്ലോട്ട് തരാം. അല്ലെങ്കിൽ ക്ലാസ് ഇങ്ങനെ ഡിലേ ആകും. അതുകൊണ്ടാണ് അതിന് 100 മാർക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്ന 100 മാർക്കിലാണ് ഈ സെമിനാർ. 10 മിനിറ്റിൽ കാര്യം പ്രസന്റ് ചെയ്താൽ മതി. അപ്പൊ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്കൊരു ഡൗട്ട് വരും, അയ്യോ ഞങ്ങള് റെക്കോർഡ് ക്ലാസ് ആണല്ലോ, ഞങ്ങൾക്ക് വന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളവരാണെങ്കിൽ അവര് കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അവരോട് ഷെയർ ചെയ്താൽ മതി. അവർക്ക് പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവ കണ്ടക്ട് ചെയ്യില്ലേ, വൈവ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റ്സ് കൊടുക്കും. ആ 2 മിനിറ്റ്സിൽ ആ കണ്ടന്റ് വളരെ ഭംഗിയായിട്ട് ബ്രീഫ് ചെയ്ത് പ്രസന്റ് ചെയ്യണം. അപ്പൊ അത്രയും ആ ഒരു ചുരുക്കം. അതേസമയം നേരിട്ട് ക്ലാസ്സിൽ വരുന്നവർക്ക് 10 മിനിറ്റ് പ്രസന്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. 10 മിനിറ്റ് കൂടരുത്, കാരണം മറ്റു കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യാനുള്ളത്. നിങ്ങളെല്ലാം നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യം ഒന്ന് മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയണല്ലോ, പറഞ്ഞു നോക്കണം 10 മിനിറ്റ് ആകുന്നുണ്ടോ, ടൈമറൊക്കെ വെച്ചിട്ട് നോക്കി നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ നോക്കുക. എന്നാൽ നമുക്ക് പിന്നീട് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ടൈം മാനേജ്മെന്റും ഒക്കെ ഒന്ന് കറക്റ്റ്. ഓക്കെ, ഞാൻ എന്നായിരിക്കും പി ജിക്ക് വരുന്നത്? ട്യൂസ്ഡേ ആണ്. പി ജി ടോപ്പിക്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതുവരെയും പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വേറൊന്നുമല്ല,
ഒരു സ്കൂൾ എങ്ങനെ തുടങ്ങാം, ഒരു സ്കൂളിലെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, കുട്ടികളുടെ റോള്, പാരന്റ്സിന്റെ റോള്, ടീച്ചർമാരുടെ റോള്, മറ്റ് ആളുകൾ, സ്കൂളിലെ മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒക്കെ ഉണ്ടല്ലോ, അത് സപ്പോർട്ട് സ്റ്റാഫ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ റോൾസ്, അങ്ങനെ ഒരു സ്കൂൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്, സൊസൈറ്റിയിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട്, കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഫാമിലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഒരു ടീച്ചറുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് പിടിക്കാൻ പോകുന്നത്. അപ്പൊ മനസ്സിലായില്ലേ ആ ടോപ്പിക്കിന്റെ ഒരു രീതി? നമ്മുടെ ഇതിനെ പോലെയൊന്നുമല്ല. മാം അപ്പൊ സെമിനാർ എടുക്കണമെന്ന് പറഞ്ഞില്ലേ? ആ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ അല്ലാതെ സ്വന്തമായിട്ട് നമുക്ക് എന്ത് മനസ്സിലായോ അത് എടുക്കാനാണോ പറയുന്നത്? ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈൻസ് അല്ല സെമിനാർ ആയിട്ട് എടുക്കണം. മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ എന്താ അതിനകത്ത് പറയാൻ പറ്റുന്നത്? മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്. അത് നിങ്ങളിപ്പോ ഒരു സ്കൂളുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കുട്ടികളെ ആരെങ്കിലും ഒരു സ്കൂളിൽ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് ഒരു സ്കൂളുണ്ട്, നമ്മൾ പഠിച്ച സ്കൂൾ എന്തെന്നെ ആയിക്കോട്ടെ, അവിടുത്തെ സ്കൂളിലെ ചില രീതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ പറഞ്ഞ് സെമിനാർ ഉണ്ട്. എന്നാലും അത് ഇതാവുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഇത്തിരി ഡ്രൈ ആണ് PGയുടെ സബ്ജക്ട്. അപ്പം നമുക്കൊരു ബോറിങ് തോന്നും. എടുക്കുന്ന ടീച്ചർമാർക്കും ചിലപ്പോൾ ഒരു ഇടയ്ക്കൊരു ക്ലാസ്സിന്റെ ഒരു രീതി ഒരുമിച്ചൊക്കെ പോകാൻ പറ്റാതെ ഒരു മടുപ്പ് തോന്നുമോ, നിങ്ങൾക്കൊരു സുഖം തോന്നില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വേറൊരു രീതിയിലാണ് PG ക്ലാസ് പോകുന്നത്. ആ ടോപ്പിക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. മനസ്സിലായി? എത്ര പേരുണ്ട് ഈ ക്ലാസ്? 125. ഓൾറെഡി 125. PG എത്രയും പേര് PGക്ക് ഉണ്ടോ? മിസ് എനിക്ക് തോന്നേ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് അത്രയും പേര് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത്രയും പേര് PGക്ക് ഇല്ലെന്ന് തോന്നുന്നു. PGക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത്ര ആൾക്കാരുടെ നമ്പർ, ഇത്ര ആൾക്കാരെ ഇട്ടിരിക്കുന്നത് 130 എങ്ങാണ്ടുണ്ട്. ഓക്കെ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും പോർഷൻസ് വല്ലതും എടുത്തിരുന്നു? പാർട്ട് 3 ഇല്ല മാം. ഞാൻ പറയാൻ കാരണം, ഇനി ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഫ്രൈഡേ ആയിരിക്കും. ഫ്രൈഡേ നിങ്ങൾ മാത്രമല്ല ഉണ്ടാവുന്നത്, 18, 19, 20 3 ബാച്ചും കൂടെ കമ്പൈൻഡ് ആണ്. കാരണം 3 പേർക്കും ഒരേ പോർഷൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. 19 കമ്പൈൻഡ് ആയിരിക്കും. നമുക്ക് ടൈം ചിലപ്പോൾ 11 o'clock ആയിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള മെസ്സേജ് വരും. 11:30 എന്നുള്ളത് 11 എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അപ്പൊ കമ്പൈൻ ക്ലാസ് ആകുമ്പോൾ നല്ലൊരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യട്ടെ എന്ന് ഞാൻ ശ്രദ്ധിക്കുക. PGയിൽ ഓൾറെഡി നിങ്ങൾ 18, 19, 20 ആണെന്ന് തോന്നുന്നു PGയിലും വരുന്നത്. യെസ്. അപ്പോ അത് തന്നെ നമ്മളുടെ ആ ക്ലാസ്സിൽ വരും. കാരണം അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും ഒരേ സാധനം തന്നെ 3 ബാച്ച് ആകുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യും. നമുക്ക് ക്ലാസ് കുറച്ചുകൂടെ ഒരു വൈബിലാക്കാം. അപ്പൊ അതുകൊണ്ട് ആ റെക്കോർഡ് റൈറ്റിംഗ് എവിടെയാണ്? റെക്കോർഡ് റൈറ്റിംഗിന്റെ അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. റെക്കോർഡ് എവിടെ വരെയായി? മാം റെക്കോർഡ് വേർഡ് പസിൽസിന്റെ ഒക്കെ റെക്കോർഡില്ലേ, അതാണ് മാം പറഞ്ഞു തന്നത്. അത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുന്ന കളക്ഷൻ ബുക്കും കിഡ്സ് ആക്ടിവിറ്റി ബുക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കളക്ഷൻ ബുക്ക് ചെയ്തു, മിസ് പറഞ്ഞു. പിന്നെ അപ്പാരറ്റസിന്റെ മിസ് ഇട്ട് തന്നായിരുന്നു PDF, അതും ചെയ്തു. പിന്നെ ഇപ്പൊ കിഡ്സ് ആക്ടിവിറ്റിയുടെ തന്നേക്കും. അത് ഞാൻ മുഴുവൻ പറഞ്ഞു തന്നില്ലേ ചെയ്യേണ്ട രീതികളൊക്കെ? ഓക്കെ. അപ്പൊ നമുക്ക് ഇഷ മിസ് നിങ്ങൾക്ക് പാർട്ട് 4 കുറച്ച് എടുത്തിട്ടുണ്ട് അല്ലേ? ഞാനൊരു അസൈൻമെന്റിന്റെ 10 ക്വസ്റ്റ്യൻസ് തരാം. ഒറ്റ അസൈൻമെന്റ് ആയിട്ടാണ് കേട്ടോ അത്. 10 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒറ്റ അസൈൻമെന്റ്. സാധാരണ ഇത് PGക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു അസൈൻമെന്റ് ആണ്. പക്ഷെ ഞാനത് നമ്മുടെ ഇവിടെ ഞാൻ എല്ലാവരെയും കൊണ്ട് എഴുതിക്കുന്നുണ്ട്. കാരണം ഡിപ്ലോമക്കാർക്കും PGയിലെ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രസമുള്ള ഒരു അസൈൻമെന്റ് ആണ്. 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ശരി, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. ഇല്ല.
ഷെയർ ചെയ്യാട്ടോ. ഇതാണ് അസൈൻമെന്റ് ടോപ്പിക്കിന്റെ ആ ഒരു ടൈറ്റിൽ, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻ. വളരെ രസമായിട്ട് നിങ്ങൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര വാരി വലിച്ച് കുറേ കാര്യങ്ങളൊന്നും എഴുതുമൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ചുരുക്കി എഴുതിയാൽ മതി. ഞാൻ ഈ അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് തന്നെയാണ് എടുത്തത്, ഒരു നോട്ട് ബുക്ക്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ് എടുക്കട്ടെ. നമ്മുടെ സാധാരണ ചെറിയ നോട്ട്ബുക്ക് ഇതാണ്. ഇത് ഇത്രയും വരും. സൈസ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചതാണേ. മനസ്സിലായോ? പിന്നെ കുറച്ച് പേജസ് 80 120 അത്രയും ഞാനേ. എന്റെ ഈ ബുക്ക് മുഴുവനും 10 ക്വസ്റ്റ്യൻ അല്ല, അത് കൂടുതൽ ക്വസ്റ്റ്യൻ, ഒരു 15ഓളം എന്റെ ഇതിനകത്തുണ്ട്. അത് ഫുള്ളായി ലാസ്റ്റ് പേജ് വരെ എഴുതാനുണ്ടായിരുന്നു. അതിൽ നിന്ന് മെയിൻ വേണ്ട, കാരണം കൂടുതൽ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച അത്യാവശ്യം വേണ്ടത് ഒരു 10 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഒറ്റ അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒറ്റ ബുക്കിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അസൈൻമെന്റിന് വേണ്ടിയിട്ട് കുറെ പേജസ് ഉള്ള ബുക്ക് ഉണ്ട്, അതിൽ പേജ് കുറെ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ എഴുതാം. വേറെ അതിന് വേണ്ടി സെപ്പറേറ്റ് വാങ്ങണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. മിസ് ഇതിൽ 9 ക്വസ്റ്റ്യൻ ആണ് കാണുന്നുള്ളൂ. അത് സ്ക്രീൻ താഴേക്കുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടെ താഴെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റീഡ് മിനിമം 3 books relating with school organization and school management and write your reviews about those books. ക്വസ്റ്റ്യൻ കേട്ടുകൊണ്ട് ഓടിപ്പോയി ബുക്കൊന്നും വാങ്ങണ്ട. ഞാൻ ചെയ്ത രീതി ഒന്ന് പറഞ്ഞുതരാം. കാണാൻ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അന്നിപ്പോ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ ടിപ്സിൽ ഇഷ്ടം പോലെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് അവൈലബിൾ ആണ്. എഐയുടെ പല പല ടൂൾസ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ബുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്തത് അന്ന് ഗൂഗിൾ സെർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2017 കാര്യമാണ് കേട്ടോ, ഓൾമോസ്റ്റ് ഒരു 9 വർഷം മുമ്പുള്ള കാര്യം. ഞാൻ അന്ന് ചെയ്തത്, ഞാൻ ഈ ടോപ്പിക് സെർച്ച് ചെയ്തു ഗൂഗിളിൽ, ബുക്സ് റിലേറ്റഡ് വിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറെ ബുക്സിന്റെ ഡീറ്റെയിൽസ് വന്നു. അതില് നമ്മൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും ബുക്കൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് വാങ്ങണമെങ്കിൽ അവരതിന്റെ കുറച്ച് പേജസ് അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ തരും. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ് ഓൺലൈനിൽ ബുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ. പിന്നെ ചിലപ്പോൾ ഈ ബുക്കിന്റെ താഴെയായിട്ട് ഈ ആളുകൾ, ഇത് വായിച്ച ആളുകൾ റിവ്യൂസ് ഇടും, ആ ബുക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ. ഇത്രയും കണ്ടന്റ്സ് വായിച്ച് അതിൽ നിന്നാണ് ഞാൻ ഇതിനെപ്പറ്റി റിവ്യൂ എഴുതിയത്. മനസ്സിലായോ? അല്ലാണ്ട് ബുക്ക് വായിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബുക്ക് വായിക്കാനായിട്ട് കിട്ടും, ആരുടെങ്കിലും കയ്യിലുണ്ട്, ഒന്ന് വായിക്കാൻ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് പോയി പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. സ്കൂളൊക്കെ തുടങ്ങാൻ പോകുന്നവർക്ക് പർച്ചേസ് ചെയ്തെന്ന് വെച്ച് നഷ്ടമൊന്നുമില്ല. അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ബുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എഴുതിയതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കായിരുന്നു. അതിന്റെ ഓതർ കുൽബീർ സിംഗ് സിദ്ധു, ഇന്ത്യൻ ഓതർ തന്നെയാന്ന് തോന്നുന്നു. അപ്പൊ അതില് ഞാൻ എഴുതിയത്, അതിനകത്ത് സ്കൂൾ ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ റൈറ്റ്സിന്, കുട്ടികളുടെ അവകാശത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഓതർ ഈ ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. നല്ലൊരു ലൈബ്രറി വേണം, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വേണം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓതർ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഓതർ ഇതിൽ പറയുന്നുണ്ട്. ഓതർ പറയുന്നത് പണിഷ്മെന്റും റിവാർഡ്സും അതിൻ്റെതായ ടൈമിലാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. സ്കൂൾ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും സ്കൂളിന്റെ പൊസിഷൻ, ബിൽഡിംഗ്, എക്യുപ്മെന്റ്സ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന, തുടങ്ങാൻ പോകുന്ന ഒരു ബിഗിനേഴ്സിന് ഈ
ബുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നല്ലൊരു ഗൈഡൻസ് കൊടുക്കും. ഹെഡ് മാസ്റ്ററുടെയും അതുപോലെ തന്നെ മറ്റു ടീച്ചേഴ്സിന്റെയും ഇമ്പോർട്ടൻസും അവരുടെ ക്വാളിറ്റീസും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുക്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ തന്നിട്ടുണ്ട്. ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക്, ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഇവാലുവേഷൻസ് ഒക്കെ നടത്തുന്നത്, സൂപ്പർവിഷന്റെയും ഇൻസ്പെക്ഷന്റെയും ഒക്കെ ഇമ്പോർട്ടൻസും എല്ലാം ഇതിൽ പറയുന്നത്. ഓവറോൾ ഇതൊരു നല്ലൊരു ബുക്കാണ്. പുതുതായി ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു കാണുന്നതാണ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ഞാൻ എഴുതിയപ്പോൾ ഈ നോട്ട്ബുക്കിന്റെ ഈ ഒരു പേജും പിന്നെ അടുത്ത പേജിന്റെ ഹാഫില്ല, ഒരു ചെറിയ ഭാഗം കൂടെ വന്നു, ഇത്രയും കൂടെ വന്നു. ബാക്കി 2 ബുക്കിനെ കുറിച്ച് ഞാൻ എഴുതിയപ്പോ എനിക്ക് ഒറ്റ പേജേ വന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം എഴുതുക എന്നുള്ളതല്ല, ആ ഒരു കണ്ടന്റ് നമ്മൾ ബ്രീഫ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബുക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടണം. അത്രയും മാത്രം എഴുതി വെച്ചാൽ മതി. വലിച്ചു വാരിയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ സമയം കളയണ്ട കേട്ടോ. രണ്ടാമത് ഞാൻ എഴുതിയ ബുക്ക് സ്കൂൾ മാനേജ്മെന്റ്, ഓതേഴ്സ് എം ഡാഷ് ആൻഡ് നീന ഡാഷ്. ഇതിനകത്ത് സ്കൂളിന്റെ മാനേജ്മെന്റിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഹെഡ് മാസ്റ്ററുടെ ഇമ്പോർട്ടന്റ്, ടീച്ചർമാരുടെ റോള് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ടൈം ടേബിൾ, റിപ്പോർട്ട് കാർഡ്, അറ്റൻഡൻസ് രജിസ്റ്റർ, കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്ററും ടീച്ചർമാരുടെ അറ്റൻഡൻസ് രജിസ്റ്ററും അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന BEd സ്റ്റുഡൻസിന് ഈ ബുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അവർക്ക് പഠിക്കാനുണ്ടാകും ഇത് റിലേറ്റഡ് സബ്ജക്റ്റുകളൊക്കെ, സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ പഠിക്കാൻ കാണും. ഇതിൽ സ്കൂൾ മാനേജ്മെന്റിനെ പറ്റി, മാനേജ്മെന്റിന്റെ വേരിയസ് റിസോഴ്സിനെ പറ്റി എഴുതിയിട്ടുണ്ട്. മാനേജ്മെന്റിനെ കുറിച്ചും മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലുള്ള പല സ്കൂളുകൾ, അതായത് നമുക്കറിയാം ഇന്ത്യയിലെ സ്റ്റേറ്റ് സ്കൂളുകളുണ്ട്, എല്ലാ സ്റ്റേറ്റ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ CBSE, ICSE, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, VHSE, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി അല്ലെ, THSS, അങ്ങനെ പറഞ്ഞ പല രീതിയിലുള്ള ബോർഡും പല ഏജൻസീസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്, ഡിപ്പാർട്ട്മെന്റും. അപ്പൊ ഇതെല്ലാം അതിനെക്കുറിച്ചെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ സ്കൂൾ മാനേജ്മെന്റ്. അങ്ങനെയുള്ള ഓരോ സ്കൂളിന്റെയും മാനേജ്മെന്റ് രീതികൾ വ്യത്യാസമായിരിക്കും. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ബോർഡും അങ്ങനെയുള്ള രീതികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതാണ് ഈ ബുക്കിലുണ്ടായിരുന്നത്. മൂന്നാമത് എനിക്ക് കിട്ടിയ ബുക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഓതർ SK കൊച്ചാർ. എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിനകത്ത് സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പൊ 21st സെഞ്ചുറിയിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ എഡ്യൂക്കേഷൻ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, ചലഞ്ചസ്. അതിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാം, അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഹെഡ് മാസ്റ്ററുടെ റോളിനെ പറ്റി പറയുന്നുണ്ട്, ടീച്ചറുടെ റോള്, കുട്ടികളുടെ റോള്, അങ്ങനെ എല്ലാം ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും, ലൈബ്രറി, ഓഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഇതൊരു നല്ല ഗൈഡ് ആണ് ഈ ബുക്ക് ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക്. പിന്നെ ഇതില് നമ്മളുടെ രാജ്യത്തിന്റെ ട്രഡീഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ വേണം കുട്ടികളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഈ ബുക്കിൽ നല്ലപോലെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും യോഗയെ അവർ എംഫസൈസ് ചെയ്യുന്നു. യോഗ വളരെ ഇമ്പോർട്ടന്റ് ആണ്, യോഗ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നുള്ള രീതിയിൽ ഈ ബുക്കിൽ പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ബുക്ക് 3 ബുക്കിന്റെ റിവ്യൂ ആയിട്ട് എഴുതിയത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? മിസ് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? ഇംഗ്ലീഷിലാണ്. നമ്മുടെ എല്ലാ വർക്കുകളും ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ. ഓക്കെ, അടുത്തത് മേക്ക് മോഡൽസ് ഓഫ് ഓൾ ടൈം ടേബിൾസ്.
അപ്പോൾ നമുക്ക് എത്ര ടൈം ടേബിൾ ഉണ്ടാവും? ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റുഡൻസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ, പ്രിൻസിപ്പൽസ് ടൈം ടേബിൾ, അങ്ങനെ 3 ടൈം ടേബിൾ ആണ് നമുക്ക് വേണ്ടത്. ഞാൻ എഴുതിയ രീതി പറയാം. സ്റ്റുഡൻസ് ടൈം ടേബിൾ, എന്റെ മോൻ ആ സമയത്ത് LKG പഠിക്കായിരുന്നു. ഞാൻ ജസ്റ്റ് വേഗം അവന്റെ ടൈം ടേബിൾ അങ്ങനെ മോണ്ടസോറി മെത്തേഡ് എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണല്ലോ, അത് വിചാരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാട്ടോ. വലിയ ക്ലാസ്സിലെ ടൈം ടേബിൾ എന്ത് വേണമെങ്കിലും എഴുതാൻ, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ എഴുതിയതില് മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കിംഗ്. മോർണിംഗ് സെഷനിൽ 3 പീരീഡ് ഉണ്ട്, ആഫ്റ്റർനൂൺ സെഷനിൽ 3 പീരീഡ്, അങ്ങനെ 6 പീരീഡ് ആണ് ടോട്ടൽ വരുന്നത്. മോർണിംഗ് സെഷനിൽ 3 പീരീഡ് കഴിയുമ്പോൾ ലഞ്ച് ബ്രേക്ക്, അതിന്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. അതുപോലെ ഈവനിങ് ആഫ്റ്റർനൂൺ സെഷനിലും 2 പീരീഡ് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് വരാറുണ്ട്, അതൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് അതൊക്കെ കാണിക്കണമെങ്കിൽ കാണിക്കാം. ടൈം ടേബിളിൽ ഞാൻ സബ്ജക്റ്റ് ആണ് എഴുതിയിട്ടുള്ളത്. മാത്സ്, മലയാളം, ഹിന്ദി, IT, GK, ഡാൻസ്, മ്യൂസിക്, ഡാൻസ് ഓർ മ്യൂസിക് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കളറിംഗ്, പ്ലേ, സ്റ്റോറി ടെല്ലിംഗ്, കർസീവ് റൈറ്റിംഗ്, ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തു. ടൈം ടേബിൾ അനുസരിച്ച് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ടീച്ചേഴ്സ് ടൈം ടേബിൾ ആണ് എഴുതിയത്. അപ്പോൾ ഞാൻ ഒരു ടീച്ചറിന്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞ് എഴുതി. അതൊരു KG സെഷനിൽ മാത്രം പോകുന്ന ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ. അപ്പോൾ KG സെഷൻ, LKG 2 ഡിവിഷൻ ഉണ്ടെന്നും UKG 2 ഡിവിഷൻ ഉണ്ടെന്നും ആദ്യം അങ്ങ് അസ്യൂം ചെയ്തു. LKG 1, LKG 2 UKG 1, UKG 2 പേര് കൊടുത്തു. നിങ്ങൾക്ക് LKG A എന്നോ LKG B എന്നോ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ അങ്ങനെയാണ് ചെയ്തെങ്കിൽ അങ്ങനെ കൊടുക്കും. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ മിസ്, ഇപ്പൊ നമ്മള് റൈറ്റ് സൈഡില് ടൈം ടേബിൾ എഴുതണമെങ്കിൽ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഇടാമോ? ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാമോ? ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് റെക്കോർഡ് പോലെ അല്ലല്ലോ, നമ്മൾ കണ്ടിന്യൂസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാൽ മതി അല്ലേ? ടൈം ടേബിൾ പിന്നെ വരയ്ക്കുവാണല്ലോ, ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ട്. ഇതുപോലെ ലൈനിട്ട ബുക്കായി തന്നെ നിങ്ങൾക്ക് കാണാൻ വെച്ച് വിഷമം ഉണ്ടാവും. ഇത്രയും വർഷമായില്ലേ, വർഷയൊക്കെ ഒരുമാതിരി. അപ്പൊ ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ ഇതിപ്പോ സെയിം തന്നെ. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്, മോർണിംഗ് 3 പീരീഡ്, ആഫ്റ്റർനൂൺ 3 പീരീഡ്, ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക്. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും ടീച്ചർക്ക് 1 പീരീഡ് ബ്രേക്ക് ഉണ്ട്. അതായത് 5 പീരീഡ് ആണ് ആകെ ക്ലാസ് എടുക്കുന്നത്. ആ രീതിയിൽ കൊടുത്തു. 6 പീരീഡ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതായിട്ട് ടീച്ചർക്ക് കൊടുത്തില്ല. 1 പീരീഡ് ബ്രേക്ക് എല്ലാ ദിവസവും കൊടുത്തു. അപ്പൊ ഒരു ക്ലാസ്സിൽ ടീച്ചർ ആ ദിവസം 2 പ്രാവശ്യം പോകുന്നുണ്ട്. ആ രീതിയിലാക്കി. അപ്പോഴാണല്ലോ കറക്റ്റ് ആവുള്ളൂ. കാരണം നമുക്ക് LKG 2 ഡിവിഷനും UKG 2 ഡിവിഷനും ഉണ്ട്. അപ്പൊ 4 ക്ലാസ്, ടീച്ചർ 5 പീരീഡ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഒരു ക്ലാസ്സിൽ 2 പ്രാവശ്യം പോകുന്നുള്ള രീതിയിൽ ആക്കി. ഇനി പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം? അതായത് ടീച്ചർമാരെ ഏതൊക്കെ ക്ലാസ്സിൽ വിടണം, ഏതൊക്കെ വിഷയം പഠിപ്പിക്കണം എന്നൊക്കെയുള്ള. വെരി ഗുഡ് ഐശ്വര്യ. കാരണം ഏത് ബാച്ചിലും ഈ പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചപ്പോ ഇതല്ല എനിക്ക് മറുപടി കിട്ടിയത്. പ്രിൻസിപ്പൽ ഓൾ ഇൻ വൺ ആണല്ലോ. പ്രിൻസിപ്പലിന് ഏത് ക്ലാസ്സിൽ പോയി വേണമെങ്കിലും ക്ലാസ് എടുക്കാമല്ലോ. ഞാൻ പ്രിൻസിപ്പൽ ക്ലാസ് എടുക്കുന്ന ടൈം ടേബിൾ അല്ല ചോദിച്ചത്. ഐശ്വര്യ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയോ, മനസ്സിലായോ? ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചർ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ പ്രിൻസിപ്പലിന്റെ ചെയറിൽ ഇരുന്ന് അറിയാൻ പറ്റണം അല്ലേ? അതാണ് പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ. ഞാനിവിടെ KG സെഷനുള്ള ഒരു സ്കൂളാണ്, അതിന്റെ പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. ആദ്യം എഴുതിയതുപോലെ തന്നെ 2 LKG ഡിവിഷൻ, 2 UKG ഡിവിഷൻ. ഞാൻ 6 ടീച്ചർമാരെ അസൈൻ ചെയ്തു. ടീച്ചർമാർക്ക് പേര് കൊടുത്തു. T1, T2, T3, T4, T5, T6 അങ്ങനെ പേര് കൊടുത്തു. അപ്പോ ഫസ്റ്റ് പീരീഡ് LKG 1-നും ആള് വേണം, 2-നും വേണം, UKG 1-നും UKG 2-നും വേണം. 4 ടീച്ചർമാർ ഈ ക്ലാസ്സിൽ, 2 ടീച്ചർമാര് പുറത്ത് ഫ്രീ ആയിട്ട് അല്ലെ? അടുത്ത പീരീഡ് ആകുമ്പോൾ അഗെയിൻ 4 ടീച്ചർമാര്, 2 ടീച്ചർമാർക്ക് ബ്രേക്ക്. ആ രീതിയിൽ സെറ്റ് ചെയ്യും. ഒരു ടീച്ചർ ലീവ് ആയാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആ സമയത്ത് ഫ്രീ ആയിട്ടുള്ള ടീച്ചർക്ക് കയറാം അല്ലെ? അപ്പൊ പ്രിൻസിപ്പലിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാണെന്ന് മനസ്സിലാവും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ CCTV ഉണ്ട്, പ്രിൻസിപ്പലിനെ അറിയാൻ പറ്റുമായിരിക്കും. ഇന്നലെ ഭയങ്കര ചാടിത്തുള്ളി ഞാൻ ഒരിടത്ത് ക്ലാസ് എടുക്കാനായിട്ട് പോയിട്ടോ. പിള്ളേര് ലാബ് ടെക്നീഷ്യൻ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണ്. എന്നെ അവിടെ ക്ലാസ് എടുക്കാൻ വിളിച്ചത്. ഞാനങ്ങനെ അത് ഈ ഫാദേഴ്സ് നടത്തുന്ന അച്ഛന്മാരില്ലേ, ക്രിസ്ത്യൻ മാനേജ്മെന്റിനെയാണ്. അടുത്ത് മഞ്ഞുമൽ എന്നുള്ള സ്ഥലത്ത് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിനോട് ചേർന്ന് അവരുടെ
ആണ്. ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലാണ് ക്ലാസ് റൂം. ഞാനിങ്ങനെ ഭയങ്കര കുട്ടികളൊക്കെ ആയിട്ട് നല്ല മേർജ് ചെയ്ത് ക്ലാസ് എടുക്കുവാണ്. അപ്പം ഒരു സിസ്റ്ററാണ് അതിന്റെ പ്രിൻസിപ്പൾ. സിസ്റ്ററാണ് എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കോൺവെന്റിന്റെ അതിന്റെ തന്നെ ഇതിൽ വരുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ ഇപ്പോ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്കൂളിൽ ചോദിച്ചിങ്ങനെ അങ്ങനെ സ്കൂളിൽ നിന്നാണ് എന്നെ റെഫർ ചെയ്തത്. അങ്ങനെ സിസ്റ്റർ പ്രിൻസിപ്പള് വേറെ 3 സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ക്ലാസ് തുടങ്ങിയപ്പോ ഇവര് ക്ലാസ്സിനകത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നിങ്ങൾ ഇനി പുറത്തിരിക്കാമെന്ന് അവര് പോയി. അങ്ങനെ നല്ല ഇതിലിങ്ങനെ ക്ലാസ് ഒക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. നമ്മള് വേറെ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകാൻ നേരത്തെ സിസ്റ്റർ പറഞ്ഞു ഞാൻ നമ്മുടെ ഡയറക്ടർ അച്ഛനെ ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ റൂമിലേക്ക് ചെന്ന് അങ്ങനെ സംസാരിച്ചു. ഞാൻ കാണുന്നുണ്ടായിരുന്നു ക്യാമറയിലൂടെ കുട്ടികളെല്ലാം വളരെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുന്നു, അവര് നല്ല എൻജോയ് ചെയ്തല്ലേ എന്ന്. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് അതിനകത്ത് ക്യാമറ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രിൻസിപ്പളിന്റെ റൂമില് എല്ലാ ക്ലാസ് റൂമിലും ക്യാമറ വെച്ചിട്ടുണ്ടാവും. പ്രിൻസിപ്പൾ CCTVയിലൂടെ ക്ലാസ്സിൽ എന്താ നടക്കുന്നതെന്നും ഏത് ടീച്ചറാണെന്നും ഒക്കെ പ്രിൻസിപ്പളിന് കാണാൻ പറ്റൂല്ലേ. പണ്ടൊന്നും ഇങ്ങനെയായിരുന്നില്ല. പ്രിൻസിപ്പൾ ഇടയ്ക്കിടയ്ക്ക് വരാന്തയിലൂടെ നടക്കും, ക്ലാസ്സിലേക്ക് എത്തി നോക്കും. പിന്നെ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് പ്രിൻസിപ്പളിന് വലിയൊരു ടേബിൾ ആയിരുന്നു. ഈ ടേബിളില് ഗ്രീൻ കളറിലുള്ള വെൽവെറ്റ് ക്ലോത്ത് വിരിച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളില് വലിയൊരു ഗ്ലാസ് പീസ് വെച്ചിട്ടുണ്ടാവും. ഈ ഗ്ലാസിന്റെ താഴെ, അതായത് ഗ്രീൻ ഷീറ്റിന് മുകളിലും ഗ്ലാസിനും ഇടയ്ക്കായിട്ട് വലിയ ചാർട്ട് പേപ്പറിൽ ടൈം ടേബിൾ എഴുതിയത് വെച്ചിട്ടുണ്ടാവും. പ്രിൻസിപ്പളിന് അതിലേക്ക് നോക്കുമ്പോ കാണാനായിട്ട് HM എന്നാണ് വിളിക്കുന്നത്. HM അതിലേക്ക് നോക്കുമ്പോൾ അച്ഛന് അറിയാൻ പറ്റും ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാണെന്ന്. ഒരു ടീച്ചർ ലീവ് ആകുമ്പോൾ അത് ഏത് ക്ലാസ്സിനാണ് ബാധിക്കുന്നതെന്ന് നോക്കും. അതിനനുസരിച്ച് ഫ്രീ ആയിട്ടുള്ള ടീച്ചർമാരെ ആ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെയൊക്കെയായിരുന്നു ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത്. അല്ലെങ്കിൽ HM തന്നെ പോയി അങ്ങ് എൻഗേജ് ചെയ്യിക്കും, ടീച്ചർമാരും ഫ്രീ അല്ലെങ്കിൽ. പക്ഷെ ഇപ്പോഴോ ആൾക്ക് ഓഫീസ് റൂമിൽ ഇരുന്നാൽ മതി, CCTVയിലൂടെ കാണാം. അത് മാത്രമല്ല സിസ്റ്റത്തിൽ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയും ഹാർഡ് കോപ്പി ആയിട്ടും വെക്കുന്നവരും ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിപ്പം നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ മാം പ്രസീത മാമിനെ, അഡ്മിനിസ്ട്രേറ്റർ ആണ്. പ്രസീത മാമിന്റെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ട്. ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാണ് കയറുന്നത് എന്നുള്ളത്. ഒരു ടീച്ചർ ലീവ് ആവുമ്പോൾ ആ ക്ലാസ്സിലേക്ക് ഏത് ടീച്ചർ ആ സമയത്ത് ഫ്രീ ആണോ ആ ടീച്ചറെ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടൈം ടേബിൾ അങ്ങനെ ഒരു കാര്യമാണ് അല്ലെ, ഒരു ഡിസിപ്ലിൻ, ഒരു ടൈം മാനേജ്മെന്റിനുള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ടൈം ടേബിളിനെ കുറിച്ചും ടൈം മാനേജ്മെന്റിനെ കുറിച്ചും PGയിൽ പഠിക്കും. അതില് ഒരു ഐസക് പിറ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിഷറോ ഉണ്ട്. അദ്ദേഹമാണ് ഇതിനെ പറ്റി ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. ചിലർക്ക് അറിയാൻ പറ്റുമായിരിക്കും. പണ്ടൊക്കെ 10th ഒക്കെ കഴിയുമ്പോൾ ആളുകൾ പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വെക്കേഷനില് പ്രത്യേകിച്ചും പെൺകുട്ടികള് ടൈലറിംഗ് ആണോ? ടൈലറിംഗ് ഉണ്ട്. ടൈപ്പ് ഓഫ് ഷോർട്ട് ഹാൻഡും അല്ലെ. ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഇത് പഠിക്കില്ലായിരുന്നു. ചെറിയ ചെറിയ പ്രോംപ്റ്റ്സ്, ചെറിയ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങള് ഷോർട്ട് ആയിട്ട് എഴുതി വെക്കുന്നത്. ആ ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ച ആളാണ് ഐസക് പിറ്റ്മാൻ. ഐസക് പിറ്റ്മാൻ ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഇതായിട്ട് പറഞ്ഞു. PG ക്ലാസ്സിൽ ഐസക് പിറ്റ്മാനെ കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു സെന്റൻസ് ഉണ്ട്. അതിപ്പോ ടൈം ടേബിൾ പറഞ്ഞപ്പോ ഞാൻ ഓർത്തതാണ്. അദ്ദേഹമാണ് ഷോർട്ട് ഹാൻഡിന്റെ ഫൗണ്ടർ. സമയത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു. 2 മണിക്കൂർ കൊണ്ട് എഴുതുന്ന സാധനമായിരിക്കും 10 മിനിറ്റ് കൊണ്ട് എഴുതി വെക്കുന്നത്. പിന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണ് അല്ലെ, വളരെ സ്പീഡിലായിരിക്കും ഈ ഓഫീസിലെ ബോസ് ഒക്കെ ഇങ്ങനെ കാര്യം പറയുന്നത് കേൾക്കുന്ന സ്റ്റെനോഗ്രാഫറോ അത് മുഴുവൻ അല്ലെങ്കിൽ PA സെക്രട്ടറി എന്തോ നികിത പഠിച്ചിട്ടുണ്ടോ? അതിനെന്തോ പേര് പറയുന്നത്? സ്ട്രോക്ക് എന്നെങ്ങാനാണോ പേര് പറയണേ? നിങ്ങൾ ഷോർട്ട് ഹാൻഡ്. ഷോർട്ട് ഹാൻഡ് ആ എഴുതുന്ന ഒരു കോഡ് പോലെ എഴുതി വെക്കുമല്ലേ, അതിനെന്തോ പേര് പറയില്ലേ? സ്ട്രോക്ക് എന്നാണ്. സ്ട്രോക്ക് കൊറേ ഉണ്ട്. സ്ട്രോക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ടൈം ടേബിൾ ഇതായിരുന്നു. പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ ഞാൻ എഴുതിയത്. ഞാൻ 6 ടീച്ചർമാരെ വെച്ചു. LKG 1 T1 ആണ് പോകുന്നതെങ്കിൽ LKG 2 ഞാൻ T3 കയറ്റി, UKG 1 T4, UKG 2 T6. അപ്പൊ എനിക്ക് അവിടെ T2 എന്നുള്ള ടീച്ചറും T5 എന്നുള്ള ടീച്ചറും ഫ്രീ ആയിട്ടിരിക്കുക. അപ്പൊ അടുത്ത അത് വന്നപ്പം ഈ T2നെയും T5നെയും കയറ്റിയിട്ട് വേറെ 2 പേരെ ഫ്രീ ആക്കി. ആ രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ. സബ്ജക്ട് എഴുതിയില്ല, ടീച്ചർമാരുടെ പേര് മാത്രമേ കൊടുത്തുള്ളൂ. LKG UKG ആണല്ലോ സബ്ജക്ട്. അവിടെ സബ്ജക്ട് എഴുതണോ വേണ്ടെന്നുള്ള നിങ്ങളുടെ ഇഷ്ടം. സബ്ജക്റ്റും കൂടെ എഴുതുമ്പോൾ ആ ഒരു പേജ് വല്ലാണ്ട് ഇങ്ങനെ ക്രൗഡഡ് ആവും. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചേ, അത് തന്നെ കാണാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്.
അപ്പൊ അങ്ങനെ ടീച്ചർമാരുടെ ടൈം ടേബിൾ അങ്ങനെ എഴുതി, മീൻസ് പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഒരു വിസിറ്റ് പ്രീ സ്കൂൾ വർക്കിംഗ് ഇൻ ഗുഡ് വേ. ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാനൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒറ്റയടിക്ക് ഇത് മുഴുവനും എഴുതി വെക്കണമെന്നോ ഒന്നും പറയില്ല. പതുക്കെ പതുക്കെ എഴുതിയാൽ മതി. നമുക്ക് പാർട്ട് 3 ഒക്കെ തീരാറാകുമ്പോൾ തീർത്താലും മതി. ലാസ്റ്റ് വൈവയുടെ ടൈമിൽ ഈ അസൈൻമെന്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ. കാരണം തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സ്കൂൾ വിസിറ്റ് ചെയ്യുക, വർക്കിംഗ് ഇൻ എ ഗുഡ് കണ്ടീഷൻ, ഗുഡ് വേ ആൻഡ് റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദാറ്റ് സ്കൂൾ. അത് നിങ്ങൾക്ക് എഴുതുന്നത് ഓർഡറിലും എഴുതണമെന്നില്ല കേട്ടോ, ഇതേ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി പോകുവാണെങ്കിൽ ആ സ്കൂളിനെ പറ്റി എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിനെ പറ്റി എഴുതാം. അല്ലെങ്കിൽ ഇതുമല്ല, നമ്മൾക്ക് നമ്മുടെ വീടിനടുത്തൊരു സ്കൂൾ ഉണ്ട്, നമുക്ക് ആ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി നമ്മൾ പഠിച്ച സ്കൂളിനെ പറ്റി നല്ല ഓർമ്മയുണ്ടെങ്കിൽ അതും എഴുതാം. ഇറ്റ്സ് അപ് ടു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ധൃതി പിടിച്ച് എഴുതണ്ട. പതുക്കെ ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിൽ പോയിട്ട് എനിക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയാൽ മതിയെങ്കിൽ അപ്പൊ എഴുതിയാൽ മതി. അപ്പൊ അത് ലാസ്റ്റത്തേക്ക് വിടുക. ഓക്കെ, ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത സ്കൂളിനെ പറ്റിയാണ് ഞാൻ എഴുതിയത്. അതിപ്പോ ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും അല്ലെ, എല്ലാവർക്കും അത് ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെ. നെക്സ്റ്റ്, മേക്കിംഗ് എ FAQ, അതായത് ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. Make a list of frequently asking questions with answers for a newly starting school. പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു സ്കൂളിനെ കുറിച്ച് FAQ. അതിനൊരു ഇത് പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ കുട്ടിയെ ഒരു സ്കൂളിൽ ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് നമുക്ക് കുറെ കൺസേൺ ഉണ്ടാവും, ഡൗട്ട് ഉണ്ടാവും അല്ലെ സ്കൂളിനെ കുറിച്ച്. നമ്മൾ കുറെ കാര്യങ്ങൾ അന്വേഷിക്കില്ലേ, അത് ഇതുപോലെ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് എഴുതി വെച്ചാൽ മതി. ഞാൻ 12 ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. What is the timing of the school? 10 AM to 3 PM. Whether conveyance is providing? Yes, യാത്രാ സൗകര്യം ഉണ്ടോന്ന്. How many working days per week? 5 days per week, Monday to Friday. Is there uniforms? Yes. From where we will get uniforms? School will provide uniforms for every kid. Is there only one uniform? No. Wednesday we have a different type of uniform. Other 4 days same color uniforms, which will be given in 2 pairs. What are the other materials the children have to bring? Children should bring bag, lunch, water bottle, snacks and umbrella if needed. What about textbooks and notebooks? All the books will be provided from the school itself. Is there any extracurricular activities? Yes, dance and music. What is the fee structure? Fees details are given in the brochure itself. If any doubt, can contact the telephone number given in the brochure. Is there any evaluation? Yes, evaluation and exams or unit test. Yes, weekly and monthly evaluations are there. Is there any PTA meeting? Yes, monthly there is PTA meeting. ഇത്രയാണ് ഞാൻ എഴുതിയ FAQ. നിങ്ങൾക്കത് എത്ര വേണമെങ്കിലും എഴുതാം കേട്ടോ. മിനിമം ഒരു 5 എണ്ണമെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ 12 എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതി വരുമ്പോ നമുക്ക് കുറെ കിട്ടും. ഇത് ക്ലിയർ ആയില്ലേ? അടുത്തത്, റൈറ്റ് അബൌട്ട് ഗുഡ് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദെയർ ക്വാളിറ്റീസ്. മിനിമം 3 പേര്. എത്ര പേരെ വേണമെങ്കിൽ എഴുതാം? മിനിമം 3. ഇതിനകത്ത് പ്രീ സ്കൂളിനെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, ഏത് ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചത് ഉള്ള ടീച്ചർമാരെ കുറിച്ച് എഴുതാം. ഇനി ചിലര് നമ്മളെ മക്കളെ പഠിപ്പിച്ച KG പഠിപ്പിച്ച ടീച്ചർമാരെ കുറിച്ചൊക്കെയാണ് എഴുതുന്നത്. ഞാൻ എഴുതിയ 3 പേരുടെ പറയാം. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന അജിത് സാറിനെ പറ്റിയാണ് ഞാൻ എഴുതിയത്. പിന്നെ എന്റെ മോനെ LKG പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ ആൻഡ്രീത്ത. പിന്നെ എന്നെ നഴ്സറി പഠിപ്പിച്ച ഒരു കനക ടീച്ചറെ പറ്റി. ഇവര് 3 പേരെ പറ്റിയാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് ആരെ പറ്റി വേണമെങ്കിൽ എഴുതാം. നഴ്സറി ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ KG തന്നെ പഠിപ്പിച്ചവരെ ആവണമെന്നില്ല. എപ്പോഴെങ്കിലൊക്കെ പഠിപ്പിച്ച ചില ടീച്ചർമാരെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെയൊക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലെ, അവരെ പറ്റി എഴുതും. ഇത് വൈവേലൊക്കെ എന്നെ ചോദിക്കും, നിങ്ങൾ എഴുതിയ ആരെങ്കിലും ഒരാളെ പറ്റി ഒന്ന് പറയാം. ഇങ്ങനെ വൈവേല് കട്ട
ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല കേട്ടോ. നിങ്ങൾ എഴുതിയ കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ അങ്ങനെ എഴുതിയ ഏതെങ്കിലും ടീച്ചറെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ വളരെയധികം സ്വാധീനിച്ച ടീച്ചർമാര് ആരെങ്കിലും ഒരാളുണ്ടാവില്ലേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞതാ, ഒരു ടീച്ചർ എങ്ങനെ ആകണമെന്നും ഒരു ടീച്ചർ എങ്ങനെ ആകാൻ പാടില്ല എന്നും അങ്ങനെയും പഠിപ്പിച്ച ടീച്ചർമാരുണ്ട്. അത്രയ്ക്കും കുട്ടികളോട് വളരെ മോശമായി പെരുമാറിയ ടീച്ചറുണ്ട്. നല്ല രീതിയിൽ ഞാൻ വലുതാവുമ്പോൾ ടീച്ചർ ആവുകയാണെങ്കിൽ ഇതുപോലത്തെ ടീച്ചർ ആകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറുപ്പത്തിൽ നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ ചില ടീച്ചർമാർ. അങ്ങനെയുള്ള ഏത് ടീച്ചറെ നിങ്ങൾ പ്രീ സ്കൂളിൽ തന്നെ നോക്കണ്ട കേട്ടോ, നഴ്സറി ക്ലാസ്സുകളിൽ തന്നെ നോക്കണ്ട. നെക്സ്റ്റ്, റൈറ്റ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. ഞാൻ ഏറ്റവും കൂടുതൽ പേജ് എടുത്ത് എഴുതിയ ഒരു ടോപ്പിക്കാണ് ഇത്. കാരണം ത്രൂ ഔട്ട് മൈ ലൈഫില് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ടീച്ചർമാരില് കണ്ട ക്വാളിറ്റീസ്, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ കണ്ട ക്വാളിറ്റീസ്, എന്റെ മക്കള് അവരെ പഠിപ്പിച്ച ടീച്ചർമാരിൽ കണ്ട ക്വാളിറ്റീസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് എഴുതിയത്. അല്ലാണ്ട് ഒരു അടുത്തും പോയി ഗൂഗിൾ സെർച്ച് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്തില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അത്രയും രസം തോന്നും. ലാസ്റ്റ് അത് നമ്മൾ എന്താണോ അതും നമുക്ക് എഴുതാൻ പറ്റണം. യെസ്, ഒരു ഫ്യൂച്ചർ ജനറേഷന്റെ സ്കിൽഡ് ആർക്കിടെക്ട് ആണ് ടീച്ചർമാർ എന്ന് പറയുന്നത് അല്ലെ. നല്ല ഹ്യൂമൻ ബീയിങ് ആകാനുള്ള കുട്ടികളെ എന്താ പറയാ, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആർക്കിടെക്റ്റുകൾ തന്നെയാണ് ടീച്ചേഴ്സ്. കുട്ടികൾക്ക് നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ് അവര് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നാളത്തെ നല്ല ഗുഡ് സിറ്റിസൺസ് ആയിട്ട് അവരെ മോൾഡ് ചെയ്യാൻ വേണം. ഒരു പ്രീ സ്കൂൾ ടീച്ചർക്ക് നല്ല വാർത്തും അണ്ടർസ്റ്റാൻഡിങ്ങും ലവും എല്ലാം വേണം. ക്വാളിഫിക്കേഷൻ വേണം, പക്ഷെ അതിനെല്ലാം പുറമെ ഗുഡ് അറ്റ് ഹേർട്ട് ആയിരിക്കണം അല്ലെ. അതുപോലെ തന്നെ മെന്റൽ കൺട്രോൾ, പേഷ്യൻസ് അതുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതിനോട് താല്പര്യവും ആപ്റ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. ഫുൾ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും വേണ്ടുന്ന ഒരു ജോബാണ് ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത്. കുട്ടികളുടെ നീഡ്സ് അതുപോലെ തന്നെ പാരന്റ്സിന്റെ നീഡ്സും മനസ്സിലാക്കാനായിട്ട് പറ്റണം ടീച്ചർക്ക്. കുട്ടികളെ മാത്രമല്ല നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഫാമിലിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. കുട്ടികൾക്ക് നല്ലൊരു എൻകറേജിങ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു നല്ല ടീച്ചർക്ക് കഴിയണം. കുട്ടികളെ പേടിപ്പിക്കാതെ തന്നെ കുട്ടികളുടെ സ്നേഹവും റെസ്പെക്റ്റും ഒരു ടീച്ചർക്ക് കിട്ടണം അല്ലെ. അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. ഞാനൊരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 56 കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഞാനൊരു സബ്ജക്ട് എടുക്കുന്നു, വേറൊരു എന്റെ തന്നെ ഏജുള്ള വേറൊരു ഒരു സബ്ജക്ട് എടുക്കുന്നു. അവരാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ക്ലാസ്സിൽ. ലാബിലൊക്കെ കുട്ടികളുടെ ബുക്കൊക്കെ വലിച്ചെറിയും. അങ്ങനത്തെ ഭയങ്കരമായിട്ട് കുട്ടികളെ ഇങ്ങനെ പേടിപ്പിച്ച് വിറപ്പിച്ച് നിർത്തുന്നതായിരുന്നു. ഇവൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആവുമ്പോഴേക്കും കുട്ടികളുമായിട്ട് ഭയങ്കര കമ്പനിയാകും. പക്ഷെ ഞാൻ ആദ്യമേ തുടങ്ങി കുട്ടികളുമായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെരുമാറുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടം. അവരെന്നോട് പറയും, ഞങ്ങൾക്ക് സലാം സാറിന്റെ ക്ലാസ് ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറയും. ഞാൻ ഇവനോട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ചില കുട്ടികളൊക്കെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ക്ലാസ്സില്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് ഞാൻ ലാസ്റ്റ് അവരുമായിട്ട് കമ്പനി ആവുകയും, അപ്പൊ അത് അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ അവരോട് പെരുമാറുന്ന സമയത്തൊക്കെ നമ്മൾ അവരോട് നല്ല ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചൊരു നമ്മളോട് തിരിച്ചു കാണിക്കില്ലേ. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ അവൻ പേടിപ്പിച്ച് കുട്ടികളുടെ റെസ്പെക്ട് നോക്കാൻ തുടങ്ങി, എടുക്കാൻ തുടങ്ങി. നമ്മള് ബാക്കി പലരും നല്ല സ്നേഹത്തോട് പെരുമാറി കുട്ടികൾ വളരെയധികം റെസ്പെക്ട് കാണിക്കാനായിട്ട് തുടങ്ങി. അവരെന്നിട്ട് എന്നെ കളിയാക്കും, നീ മിഠായി കൊടുത്തല്ലേ കുട്ടികളെ മയക്കി എടുക്കുന്നതെന്നൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ.
പക്ഷെ അത് ഓരോരുത്തരുടെയും ഒരു ടീച്ചിങ് സ്റ്റൈൽ. പിന്നെ ആള് മാറി പറഞ്ഞ് എങ്ങനെ പേടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ ആൾക്ക് സ്വയം തോന്നി. പിന്നെ കുട്ടികളും പിന്നെയുള്ള ബാച്ചും പിന്നെ പഠിപ്പിക്കാൻ പോയ സ്ഥലങ്ങളിലൊക്കെ നല്ല കൂട്ടായി തുടങ്ങി കുട്ടികളുമായിട്ട്. ഇപ്പൊ ടീച്ചിങ് ഫീൽഡിലൊന്നും അല്ല, US-ലാണ്, സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്. അപ്പൊ അങ്ങനെ കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ പ്രീ സ്കൂൾ ടീച്ചറെ. ഞാൻ പഠിപ്പിച്ച സമയത്തുള്ള എക്സ്പീരിയൻസും പഠിച്ച സമയത്തുള്ള എക്സ്പീരിയൻസും കുട്ടികളെ കണ്ടും മറ്റു ടീച്ചർമാരെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസും പേഷ്യൻസും വളരെ. സ്വപ്ന എവിടെയാണോ പറയണേ? ഓക്കെ. അപ്പൊ ആ ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വേരിയസ് ടീച്ചിങ് മെത്തേഡ്സിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഒരേ പാറ്റേൺ അല്ല, പക്ഷെ വെറൈറ്റി ആയിട്ട് പഠിപ്പിക്കുക, നല്ല കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വോയിസ് നല്ലതായിരിക്കണം, നല്ലൊരു വോയിസ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നല്ല ക്ലിയർ, മോഡറേറ്റ്ലി പിച്ച്ഡ് ആൻഡ് വെൽ മോഡുലേറ്റഡ്. ആ ഒരു കഥയൊക്കെ പറയുമ്പോൾ നല്ല മോഡുലേഷനിൽ വന്ന് ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പൊ അവിടെ നമ്മൾ ശബ്ദമൊക്കെ ഒന്ന് മാറ്റി അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പറയാനായിട്ട് പറ്റണം. പിന്നെ ടീച്ചർമാർ എപ്പോഴും കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ടീച്ചറിന്റെ ഡ്രസ്സ്, ടീച്ചറിന്റെ ഹാബിറ്റ്സ്, ടീച്ചർ കാണിക്കുന്ന രീതികള്, ടീച്ചറുടെ വോയിസ്, അപ്പൊ അങ്ങനെ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവർക്ക് നല്ലൊരു മോഡലിംഗ് തന്നെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. റോൾ മോഡൽ ആയിരിക്കണം. എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട്, ടീച്ചറുടെ കണ്ണിൽ എല്ലാ കുട്ടികളും ഈക്വൽ ആയിട്ട്. ഏതെങ്കിലും ഒരു കുട്ടിയോട് സ്പെഷ്യൽ കെയർ കാണിച്ചാൽ മറ്റു കുട്ടികൾക്ക് അത് എന്തെങ്കിലും ഒരു സങ്കടമോ ദേഷ്യമോ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ ടീച്ചർ ചിലപ്പോ ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഡിഫറെന്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോ ലെസൺസ് എല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നല്ല ക്ഷമ വേണം, അതിന് ഇറിറ്റേഷൻ ആവരുത്. അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ പല റോൾസും ടീച്ചർ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പം മദർ, സിസ്റ്റർ, ഫ്രണ്ട്, സൈക്കോളജിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള റോൾസും ഹാൻഡിൽ ചെയ്തിട്ട് വരും. പിന്നെ കുട്ടികളെ കളിയാക്കി ചിരിക്കുന്ന ഒരാളായിരിക്കരുത് നല്ലൊരു ടീച്ചർ. കുട്ടികളുടെ ഒപ്പം എൻജോയ് ചെയ്ത് ചിരിക്കുന്ന ഒരാളായിരിക്കും. പിന്നെ പ്രീ സ്കൂളിൽ, പ്രത്യേകിച്ചും പ്രീ സ്കൂളിൽ പഠിപ്പിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയറിങ്ങും സ്ട്രെസ്ഫുള്ളും തന്നെയാണ്. പക്ഷെ അതൊരു ഇൻക്രെഡിബിളി റിവാർഡിംഗ് ആണ് ഇൻ ദ എൻഡ്. അങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രീ സ്കൂൾ ടീച്ചറെ കുറിച്ചുള്ള ആ ഒരു ക്വാളിറ്റീസ് എഴുതിയത്. നെക്സ്റ്റ് വൺ, നമ്മൾ നേരത്തെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ടീച്ചർമാരെ കുറിച്ച് എഴുതാനായിരുന്നു നമ്മൾ പറഞ്ഞത്. അടുത്തത് വേൾഡ് ഫേമസ് നോൺ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ബെസ്റ്റ് ടീച്ചേഴ്സ്, അവരെ പറ്റി ഒരു അവരുടെ പിക്ചർ ഉൾപ്പെടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നു. 5 മിനിമം 5 പേഴ്സൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതില് ഒരാള് ഡോക്ടർ മോണ്ടിസോറിയെ എഴുതണം. ബാക്കി 4 പേരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ 10 പേരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ ഞാൻ പിക്ചർ ഒട്ടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡില് എവിടെയാണ് ജനിച്ചതെന്നും ഏത് വർഷമാണെന്നും എവിടെ വെച്ചാണ് മരിച്ചതെന്നും അതിന്റെ ഇയറും എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയയിലൊക്കെ ഉണ്ടാവും അവര് ജനിച്ച വർഷവും ആ സ്ഥലവും മരിച്ച വർഷവും ആ സ്ഥലവും. ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത് ജർമ്മനിയിലാണ്, മരിച്ചത് US-ലായി. അവരുടെ ആ ഒരു ടീച്ചർ എന്നുള്ള റോളില് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത്. പിന്നെ രണ്ടാമത് എഴുതിയത് ആനീസ് ലെവൻ. ആനീസ് ലെവൻ ആരാ? ഹെലൻ കെല്ലറിനെ ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറെ പഠിപ്പിച്ച ടീച്ചർ അല്ലെ. അവിടെ ഏകദേശം 40 വർഷത്തിന് മുകളിൽ ഹെലന്റെ കമ്പാനിയനായിരുന്നു. ആനീസ് ലെവൻ എന്നുള്ള ടീച്ചർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലോകം അറിയുന്ന ഒരു വ്യക്തിയായി ഹെലൻ മാറിയത്. അപ്പൊ ആ ഒരു ടീച്ചറുടെ ഇൻഫ്ലുവൻസ് അത്രയും ഉണ്ടായിരുന്നു ഹെലന്റെ ലൈഫില്. ആനീസ് ലെവനെ പറ്റി എഴുതി. പിന്നെ അരിസ്റ്റോട്ടിൽ ഗ്രീസിൽ ഉള്ള ഒരു ഫിലോസഫറാണ് അദ്ദേഹം. പ്ലേറ്റോയുടെ സ്റ്റുഡന്റുമാണ് അദ്ദേഹം. 2 വർഷത്തിന് മുമ്പ് BC-യിലായിരുന്നു ജനിച്ചത്, വർഷം. പിന്നെ ഡോക്ടർ മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതി.
പിന്നെ ബുക്കർ ടി വാഷിംഗ്ടൺ, പിന്നെ കൺഫ്യൂഷ്യസ്, ചൈനീസ് ഫിലോസഫർ, ചൈനീസ് ടീച്ചർ, പൊളിറ്റീഷ്യൻ ഒക്കെയാണ് അദ്ദേഹവും BC-യിലായിരുന്നു. പിന്നെ ഡോക്ടർ S രാധാകൃഷ്ണൻ, നമ്മളുടെ സ്വന്തം ഇന്ത്യയുടെ, നമ്മള് ടീച്ചേഴ്സ് ഡേ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആഘോഷിക്കുന്നത് September 5, അല്ലെ. പിന്നെ ലൂയിസ് ബ്രെയിലി ലിപി കണ്ടുപിടിച്ചത്. ലൂയിസ് ബ്രെയിലി ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ടും എഴുതാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷനും എല്ലാം വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ബ്രെയിലി ലിപി എന്ന് പറഞ്ഞത്. ഒരു 6 ഡോട്ട് മെത്തേഡ് ആണ്. അതിൽ ഒരു 6 ഡോട്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പല അക്ഷരങ്ങളും, ആ ഒരു രീതിയിൽ. പിന്നെ എഴുതിയത് സോക്രട്ടീസ്, അദ്ദേഹവും BC-യിലുള്ള ആളായിരുന്നു. പിന്നെ സർ ഐസക് ന്യൂട്ടൺ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് എന്തെല്ലാം രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണല്ലേ ഐസക് ന്യൂട്ടൺ. ഇത്രയും പേരെ പറ്റിയാണ് ഞാൻ എഴുതിയത്. നെക്സ്റ്റ് 7 പേര്, 7ാമത്തെ ക്വസ്റ്റിനാണ് പറഞ്ഞത്. 5 പേരാണ് മിനിമം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേരെങ്കിലും ആകാം. അതിൽ ഒരാള് ഡോക്ടർ മോണ്ടിസോറി ആയിരിക്കും. ക്രിയേറ്റ് യുവർ ഓൺ ഡേ ടൈം ടേബിൾ, അതായത് നമ്മളുടെ ഒരു ദിവസത്തെ റൊട്ടീൻ എങ്ങനെയാണെന്നുള്ളത്. മെയിനായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ജോലിക്ക് പോണവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടാവും. വീട്ടിലിരിക്കുന്നവരാണ് ഇപ്പൊ ക്ലാസ് 1 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഡെയിലി റൊട്ടീൻ ഉണ്ടാവുമല്ലോ, അതാണ് ഇതിൽ എഴുതേണ്ടത്. ഡേ ടൈം ടേബിൾ. പിന്നെ നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ് പ്രാക്ടീസിന് പോയതിനു ശേഷം എഴുതിയാലും മതി. അതായത് എന്തെല്ലാം ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തത്. ഇനി പോയിട്ടില്ലെങ്കിൽ ഇനി പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും കൊടുക്കുന്നത് എന്നുള്ളത്, എന്തെല്ലാമാണ് കൊടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തത്. മനസ്സിലായോ? ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഇത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇതൊക്കെ ഞാൻ കൊടുക്കും. അങ്ങനെ ഇപ്പൊ എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതാണ് എഴുതേണ്ടത്. പോയിട്ടുള്ളവർക്ക് പോയിട്ടുള്ളത് എഴുതാം. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർ ഓൾറെഡി കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാം, അത്രയും. ഞാൻ എഴുതിയത് കുട്ടികളെ പല ഡിഫറെന്റ് ഗ്രൂപ്പ് ആക്കും. അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, ഏജ് ആയിട്ട് അനുസരിച്ചല്ല. ചില കുട്ടികൾ ഒരേ കാര്യം ചെയ്യാൻ നല്ല ഇതായിരിക്കും ഗ്രൂപ്പില്, അങ്ങനെ അനുസരിച്ച് ഗ്രൂപ്പ് ആക്കും. ഓരോ ഗ്രൂപ്പിനെയും ഓരോ ടീച്ചർ ആ ഒരു രീതിയിൽ കൊടുക്കും. 15 to 20 മിനിറ്റ്സ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ആ സമയം കഴിയുമ്പോൾ ടീച്ചർമാർ മാറും, ആ ഗ്രൂപ്പിന് വേറൊരു ടീച്ചർ കൊടുക്കും, ആ ഒരു രീതിയിൽ. പിന്നെ ഒരു ട്രെയിൻ പോലെയാണ് ഈ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ ടീച്ചറും കുട്ടികളെ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുന്ന ഭാഗം ഓരോരോ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ആ രീതിയിലാണ് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിൻ പോലെയായിട്ട് ഫോം ചെയ്തിട്ട് പല പല ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പിനും ഓരോ ടീച്ചറുടെ കൂടെ വിടും. അത് ഓരോ സ്റ്റേഷനാണ്, ഓരോ സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും ഒരു ട്രെയിൻ ആകും. ആ ഒരു രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ഗ്രൂപ്പ് കളറിങ് ചെയ്യും, ചില ഗ്രൂപ്പ് പെയിന്റ് ചെയ്യും, ചില പേര് പുറത്ത് ചെടി നടും. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ ആക്ടിവിറ്റീസ്. ചില കുട്ടികള് കൗണ്ടിങ് ചെയ്യും, ചില കുട്ടികൾ എഴുതാൻ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, അവർ നമ്പേഴ്സ് എഴുതും. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ പോയ സ്ഥലത്തെ കാര്യങ്ങളായിരുന്നു ഞാൻ എഴുതിയത്. പിന്നെ നെക്സ്റ്റ് റൈറ്റ് അബൌട്ട് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ്. അതിൽ ഞാൻ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം, നോ പ്രോബ്ലം. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂൾ എങ്ങനെയായിരിക്കണം. ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളിന് 2 ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് അതൊരു ചൈൽഡ് സീക്കിംഗ് സ്കൂൾ ആയിരിക്കണം, പിന്നെ ഒന്ന് ചൈൽഡ് സെന്റേർഡ് സ്കൂൾ ആയിരിക്കണം. പിന്നെ കുട്ടികളുടെ സൈസിലായിരിക്കണം ഫർണിച്ചേഴ്സ്. നമ്മുടെ പാർട്ട് 3 നമ്മൾ അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഫർണിച്ചർ എല്ലാം കുട്ടികളുടെ ഒരു സൈസിലായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് വരുന്നത്. അതിന്റെ പിക്ചേഴ്സ് ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിലെ കാണാമോ?
സ്കൂളിലെ സാറാണത്, അജീസ് സാർ എന്ന് പറയുന്നത് എഴുതിയത്. താഴെ എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസിൽ ന്യൂസ് പേപ്പറിൽ ആ സ്കൂളിനെ പറ്റിയുള്ള ഒരു റൈറ്റപ്പ് വന്നു. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ അത് കട്ട് ചെയ്ത് എടുത്ത് ഒട്ടിച്ചതാണ്. ആ സ്കൂളിലെ ആ എൻവയോൺമെന്റ് ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളായിരുന്നു കേട്ടോ. പിന്നെ സാറിന്റെ വൈഫാണ്, ചൈനക്കാരിയ. കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പിങ്ക് ടവർ ഒക്കെ കണ്ടോ? പിങ്ക് ടവറും ബ്രൗൺ സ്റ്റേഴ്സ്. ക്ലാസ് റൂമിലെ ഇതെല്ലാം കുട്ടികൾക്ക് എത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓപ്പൺ ഷെൽഫുകളും ചെറിയ ചെറിയ ഫർണിച്ചറുകളും. ഒട്ടിക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഒട്ടിച്ചു എന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അസൈൻമെന്റ്. ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കഴിയുമ്പോൾ എഴുതുന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്നത് അവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാം അന്നേരം ഇപ്പം ടീച്ചിങ് പ്രാക്ടീസിന് പോകാവോ? പോകാം, കുഴപ്പമില്ല. ജൂലൈ തുടങ്ങിയില്ലേ? ജൂലൈ പകുതിയൊക്കെ ആവുമ്പോഴേക്കും ചെന്ന് അന്വേഷിച്ചൊക്കെ വെച്ചു. നമ്മൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പിന്നെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ. ജൂലൈ പകുതി ആകുമ്പോ പോവാല്ലേ? മാം, ഞാൻ മോന്റെ സ്കൂളിൽ ചോദിച്ചായിരുന്നേ. അപ്പോ അവിടുത്തെ പ്രിൻസിപ്പലിന് ഒരു ലെറ്റർ എഴുതിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ ട്രെയിനിങ് പഠിക്കുന്നുണ്ട്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ആണോ? അങ്ങനെ പറഞ്ഞോളൂ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ലെറ്റർ തരും. അത് PROയെ കോൺടാക്ട് ചെയ്ത് അവർ അങ്ങനെ തരും. മോനെ ഇവിടെ സിബി സ്കൂളിൽ പഠിക്കുന്നുണ്ട്, LKG. അപ്പൊ ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചിരുന്നു. എന്നോട് റിട്ടേൺ ആപ്ലിക്കേഷനോട് വെക്കാൻ പറഞ്ഞു. കാരണം അവിടെ ഓൾറെഡി ഫുള്ള് ആണ്. അപ്പൊ അതുകൊണ്ട് ലെറ്റർ എഴുതി പ്രിൻസിപ്പലിന്റെ ഇതുണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. നിങ്ങൾക്കൊരു സർവേയുടെ ക്വസ്റ്റ്യൻ ഏറിയ തന്നിരുന്നോ? 30, 32, 35 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സർവേ തന്നിരുന്നോ? ഇല്ല മാം. മാം ഒരു സർവേ തന്നിട്ടുള്ളൂ 10 സ്കൂൾ വിസിറ്റ് ചെയ്തിട്ട്. 10 ആളുകളെ വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്. അപ്പൊ അത് സർവേയുടെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കമ്പൈൻഡ് ആയിട്ട് വന്നിട്ട് 1 മണിക്കൂർ ക്ലാസ് കഴിയുമ്പോൾ സ്റ്റേ ബാക്ക് ചെയ്താൽ മതി. നിങ്ങൾ മറ്റേ 2 ബാച്ചുകാർക്ക് കൊടുത്തു എന്നാ തോന്നുന്നത്. അപ്പൊ അവര് പറഞ്ഞു വിട്ടിട്ട് നമുക്ക് സർവേയുടെ ഡീറ്റെയിൽസ് തരാം. ടൈം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കുറേശ്ശെയായിട്ട് ചെയ്യുക. ധൃതി പിടിച്ച് തീർക്കണം ആ രീതിയിലൊന്നും ധൃതി പിടിക്കണ്ട. ഇപ്പോഴേ കുറച്ചൊരു 10 മിനിറ്റ്സ് ഒക്കെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹറി ബറിയാവും. ടീച്ചിങ് പ്രാക്ടീസിന് പോവാൻ തുടങ്ങുമ്പോൾ ആകെ തിരക്കായി പോകും. ഒരു ജോലിക്ക് പോകുന്ന പോലെ തന്നെ പോകേണ്ടവർക്ക് ടീച്ചിങ് പ്രാക്ടീസ് ആവുമ്പോഴും. അപ്പൊ അതുകൊണ്ട് ഷെഡ്യൂൾ ചെയ്യുക ടൈമൊക്കെ. വീട്ടിലെ കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കണം. വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറച്ചൊരു സമയം 10-15 മിനിറ്റ് ഒക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെയായിട്ട് വർക്കുകൾ തീർത്തു വയ്ക്കാം. കാരണം നമുക്ക് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്ത് പാർട്ട് നമ്മൾ 19 വരെയുള്ള ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് കഴിഞ്ഞു. നിങ്ങൾക്കാണ് അടുത്ത ബാച്ച് നിങ്ങളുടെ ആണല്ലോ. 2021 ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ടായിരിക്കും ഓൺലൈൻ ആയിട്ട് പ്രാക്ടിക്കൽ സെഷൻ തരുന്നത്. ഓൺലൈൻ കഴിഞ്ഞു കഴിയുമ്പോൾ നേരിട്ട് വന്ന പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാനായിട്ട് പ്ലാറ്റ്ഫോം വരും. അത് ചിലപ്പോൾ ഈ ജൂലൈ ലാസ്റ്റോ ഓഗസ്റ്റ് ആദ്യമോ ആയിരിക്കും. അപ്പൊ നേരിട്ട് വരാം. ഓൺലൈൻ വീഡിയോയിലൂടെ കണ്ടത്, ഓൺലൈനിലൂടെ കണ്ടത് നമുക്ക് നേരിട്ട് വന്ന് ചെയ്തു നോക്കാം. ഒരു ദിവസം ഉണ്ടാവുള്ളൂ മിസ്സേ അത് പ്രാക്ടീസ്? കാരണം പല കുട്ടികളും പല സ്ഥലങ്ങളിൽ നിന്നല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും 2 ദിവസം കൊണ്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ ഒരു ദിവസമേ വെക്കാറുള്ളൂ. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയാൽ നമുക്ക് 4 മണിക്ക് ആകുമ്പോഴേക്ക് തീരും.
മാം ഇത് നമ്മള് അസൈൻമെന്റ് ബുക്കിലാണ് എഴുതണത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. അതേ തന്നെ അസൈൻമെന്റ് ബുക്കിൽ അത്രയും പേജൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ തന്നെ എഴുതിയാൽ മതി. പിന്നെ ടീച്ചർ അതെ നമ്മള് ഇപ്പോ സെമിനാർ എടുത്തിട്ടില്ലേ ഇങ്ങനെ ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഓരോ പേഴ്സൺ അത് നമ്മള് എഴുതണോ നമ്മുടെ അസൈൻമെന്റ് ബുക്കിൽ? ഇത് നിങ്ങൾ എഴുതിയ ഒരു റിപ്പോർട്ട് എല്ലാവരും എടുത്തിട്ടില്ല, ഒരു 5-6 പേരെല്ലാം എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ക്ലാസ് സെമിനാർ എന്നുള്ള രീതിയിൽ ചെയ്യിച്ചല്ലേ ചെയ്തവർക്ക് അത് എഴുതി വെക്കാം. നമ്മളുടെ ഒരു ബയോഡേറ്റ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പേര് കോഴ്സ് ചെയ്ത സമയത്ത് അതർ അച്ചീവ്മെന്റ്സ് പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ. ഞാൻ ഇങ്ങനെ ഈ ടോപ്പിക്കിൽ സെമിനാർ എടുത്തിട്ടുണ്ട്. ചുമ്മാ എഴുതുന്നതിനേക്കാളും നമുക്കൊരു റിപ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് റിപ്പോർട്ട് കാണണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കാണിക്കാനായി. അതുപോലെ നമ്മള് നടന്ന സംഭവങ്ങൾ കുറെ, ഇപ്പൊ ഞാൻ ഗ്യാസ് ട്രാജഡിയാണ് അങ്ങനെ കുറച്ച് പേര് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതെല്ലാവരും ഇതിൽ ഉൾപ്പെടില്ലല്ലോ. അപ്പൊ എല്ലാവരും എഴുതണ്ട ചോദിച്ചത്. എടുത്തവർക്ക് എഴുതാല്ലേ എഴുതാം. നടന്ന സംഭവങ്ങളല്ലേ, അപ്പൊ നമ്മള് ഗൂഗിൾ പേസ്റ്റ് ചെയ്താ കുഴപ്പമുണ്ടോ? അത് എന്തോ ഗൂഗിളിൽ നോക്കി എഴുതിയ വിഷയം ഉണ്ടാവും. ഗൂഗിളിൽ നോക്കി എഴുതുമ്പോൾ നമ്മളുടേതായ രീതിയിൽ ഒന്ന് മാറ്റിയൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്ത രീതികൾ നമുക്കറിയാലോ. ആ രീതിയിൽ ഒന്ന് സിമ്പിൾ ആയിട്ട് എഴുതുക. കാരണം അതേ ലൈൻസും റിപ്പോർട്ട് പോലെ എഴുതിയാൽ മതി. ഒരു എന്താണ് ഡിസൈൻ ചെയ്യുക, ടോപ്പിക് എഴുതുക, സബ്മിറ്റഡ് ബൈ താഴെ നമ്മളുടെ പേരും ബാച്ചും എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനൊരു പ്രിഫൈസ് ഒരു ആമുഖം എഴുതുക. അതിനുശേഷം ഇൻഡെക്സ് പേജ് എഴുതുക. ഇൻഡെക്സ് പേജിൽ ഒന്നാമത്തത് ഇൻഡെക്സ് പേജിൽ ആണല്ലോ ഏതൊക്കെ അടുത്ത പേജുകളിൽ എന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ, പിന്നെ പിന്നെന്താ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങള്, നമ്മുടെ അനാലിസിസ്, പിന്നെ കൺക്ലൂഷൻ, പിന്നെ റെഫറൻസ്, എവിടെ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ടുള്ള റെഫറൻസോ അനെക്സോ എന്തെങ്കിലും. ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് സിമ്പിൾ നമുക്കൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അല്ല ഗൂഗിളിലൊക്കെ ആകുമ്പോ കുറച്ച് ടഫാണ്. അതാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഓൺ വേർഡ്സിലൊക്കെ എഴുതാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. താങ്ക് യു മാം. മിസ് റെക്കോർഡ്സ് ഒക്കെ എപ്പോഴായിരിക്കും സബ്മിറ്റ് ചെയ്യേണ്ടത്? റെക്കോർഡ്സ് നമ്മൾ ശരിക്കും സബ്മിറ്റ് ചെയ്യാൻ പറയാറില്ല. പക്ഷെ വൈവ ടൈമില് റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ പ്രാക്ടിക്കൽ സെഷന് നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനും സീലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം കംപ്ലീറ്റ് ആയിട്ട്. അല്ല മിസ്, ഇപ്പൊ പ്രാക്ടിക്കലി ജൂലൈ ലാസ്റ്റ് പറഞ്ഞില്ലേ മിസ്? അപ്പോഴേക്കും എല്ലാ റെക്കോർഡ്സും കഴിയത്തില്ലല്ലേ? ഇപ്പൊ കഴിഞ്ഞിരിക്കണത് 2 എണ്ണമാണ്. കഴിഞ്ഞത് കൊണ്ടുവരൂ. നിർബന്ധമായിട്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ സൈനും സീനും വാങ്ങണം എന്ന് പറയാറില്ല. കുട്ടികൾ തന്നെ ഇങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തപ്പോൾ ഞങ്ങൾക്ക് അത് സൈൻ വേണമെന്നുണ്ട്. അപ്പൊ ആ കഴിഞ്ഞതിന്റെ ചെയ്തു തരാം. കഴിഞ്ഞതിന്റെ കൊണ്ടുവരൂ. ചില കുട്ടികൾ കോൺവെക്കേഷനാണ് കൊണ്ടുവരുന്നത്. അപ്പൊ പിന്നെ ഫംഗ്ഷൻ കഴിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ പോയി നമുക്ക് സൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? റെക്കോർഡിന്റെ ആണ് കിഡ്സ് ആക്ടിവിറ്റിയില് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെഗിങ്ങിന്റെ ഒരു കലണ്ടർ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? അത് നമ്മള് ഒരു വർഷത്തില്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, അത് നിങ്ങൾക്ക് 2026 കലണ്ടർ ഉണ്ടാക്കാം. കാരണം നിങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ 2026-2027 അല്ല 27 അല്ല, ഈ വർഷം തന്നെ ചെയ്യുന്ന ബാച്ചാണ്. അപ്പൊ ഇത് ഇടുക. അതല്ല നിങ്ങൾക്ക് പുതിയ കലണ്ടർ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും തോന്നുവാണെങ്കിൽ 27 ഉണ്ടാക്കിക്കോ, നോ പ്രോബ്ലം. അതില് നമ്മള് ചൈൽഡ് ലേബറിനെ കുറിച്ചുള്ള ഡേറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക, അതിനെ കുറിച്ച് എഴുതുക, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതിനെ കുറിച്ച് എഴുതാം, പടം വരയ്ക്കാം. കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ്, പടം, പിക്ചേഴ്സ് ഒക്കെ കൊടുക്കാം. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് കലണ്ടർ ആണ് ഞാനൊക്കെ ചെയ്തത്. കുട്ടികൾ ചോദിച്ചു അതില് മലയാളം അതും മറ്റേ അറബിക് അതും കൂടെ മാർക്ക് ചെയ്തോട്ടെ. നമ്മുടെ സാധാരണ കലണ്ടറിലുണ്ടല്ലോ അത് താഴെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് കോർണറിൽ ആ ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വിശേഷ അവസരങ്ങൾ മാർക്ക് ചെയ്യണോ അത് ചെയ്യാം. ഓണം, ക്രിസ്മസ്, പെരുന്നാളൊക്കെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അധ്യാപന ദിനം എന്താ അല്ലെങ്കിൽ ചൈൽഡ് ലേബറിനെ കുറിച്ചുള്ളത് മാത്രം ചെയ്താലും കുഴപ്പമില്ലല്ലോ? അങ്ങനെ ചെയ്താലും മതി. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. ഫൈനൽ എക്സാം ഏത് മന്ത് ആയിരിക്കും വരിക? ഫൈനൽ എക്സാം നിങ്ങൾ ബാച്ച് ഒക്ടോബറിലായിരിക്കും ക്ലാസ് കഴിയുക. നവംബർ സമയത്തായിരിക്കും. അത് പറയാം, കാരണം പകുതിയല്ലേ ഉള്ളൂ. ഈ 3-4 ഒക്കെ ഒന്ന് ആയി വരുമ്പോഴാണ് നേരത്തെ അറിയിക്കും.
ഒക്ടോബറിലായിരിക്കും ക്ലാസ് കഴിയുന്നത്. അത് കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ കാണുമായിരിക്കും ലാസ്റ്റ്. മിസ് ഈ ടേം എക്സാമിന്റെ റിസൾട്ട് എന്നാ വരാ? ഇതിന്റെ ഈ ടേം വണ്ണിന്റെയോ? ഇന്നോ നാളേക്ക് ആയിട്ട് വരും. നാളേക്ക് വരും. മാം ഈ എക്സാമിന്റെ റിസൾട്ട് ഫൈനലിലേക്ക് ആഡ് ചെയ്യൂ? ഇല്ല. നിങ്ങൾക്കൊരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ്, അതാണ് ടേം 1 എക്സാമിനേഷനും ടേം 2 എക്സാമിനേഷൻ. അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല മെയിൻ എക്സാമിന്. അത് എഴുതാതെ ആദ്യം പോയിട്ട് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് ആ ഒരു ടെൻഷൻ നമുക്ക് മാറിക്കിട്ടും. സെയിം പാറ്റേണിലാണ്, സബ്ജക്ട് വൈസ് ആണേ ഉള്ളൂ മെയിൻ എക്സാം വരുന്നത്. മിസ്സേ PGയുടെ ക്ലാസ് ഞങ്ങൾക്ക് എത്ര മാസത്തോടെ ഉണ്ട് മിസ്സേ? ടീച്ചർ ക്ലാസ് 2-2.5 മാസം ഉണ്ടാവുമായിരിക്കും. അതായത് ഇതിപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനല്ലേ? പാരലൽ ആയിട്ടാണല്ലോ നടക്കുന്നത്. 2 സെഷൻ ഉണ്ടല്ലോ. ഡിപ്ലോമ കോമൺ സബ്ജക്റ്റുകൾ മോർണിംഗ് നടക്കും, ഉച്ചയാകുമ്പോഴേക്കും PGയുടെ സെഷൻ വരും. 1:30-ക്കല്ലേ? 1:30-ക്ക്. മിസ്സേ നമ്മുടെ ഈ മോണ്ടിസോറിയുടെ എന്നാ തീരുന്നെന്ന് പറഞ്ഞ്? ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആവും. ഒക്ടോബർ നവംബർ 1. ഒക്ടോബർ നവംബർ 1. ഓക്കെ വരുന്നില്ലല്ലോ? ഇതേണ്ടോ? Ma'am, sign out. Yes, please. Hello everyone. It's been great spending all this time together. I learned a lot, had lots of laugh, and made some great memories. Hope we all keep in touch as we move forward. Wishing everyone the very best is future. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക്സ് മിസ്.